ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള തീരത്ത് ഒരു കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു. നമ്മൾ ഇന്ന് ഇൻസൈറ്റിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ മെയ് 25-ന് കൊച്ചി പുറംകടലിൽ MSC എൽസ 3 എന്ന ഒരു ചരക്ക് കപ്പൽ മുങ്ങുകയും അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ പലപ്പോഴായി കേരള തീരത്തടിയുകയും ചെയ്ത് പല കണ്ടെയ്നറുകളിലും വളരെ ഹസാഡസായ വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകൾ കിട്ടുകയും അതിനെ തുടർന്ന് ആശങ്ക നിലനിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഇന്ന് ഒരു വിശിഷ്ടാതിഥി സയൻറ്റിസ്റ്റാണ് ഡോക്ടർ കെ സുനിൽ മുഹമ്മദ് സർ. അദ്ദേഹം CMFRI മുൻ പ്രിൻസിപ്പളായിരുന്നു, സയൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ സീ ഫുഡ് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യ SSNIയുടെ ചെയർ കൂടിയാണ്. സ്വാഗതം സർ ഇൻസൈറ്റിലേക്ക്. ഗ്ലാഡ് ടു ഹാവ് യു സർ. MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയിട്ട് ഏതാണ്ട് 12 ദിവസത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അന്ന് മുതലേ പാരിസ്ഥിതിക ആഘാതങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. എവിടെ എത്തി നിൽക്കുന്നു ആ ഒരു ആഘാതം, ഒരു മലിനീകരണത്തിന്റെ തോത് ഇപ്പോൾ എത്രത്തോളമായിട്ടുണ്ട്? അതെ, ഇതൊരു പറ്റാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് എന്നാണ് എൻ്റെ ടേക്ക്. എന്ന് വെച്ചാൽ ഇത്രയും വയസ്സുള്ള ഒരു കപ്പൽ കടലിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതുകൂടാണ്ട് ചില അപാകതകൾ ഈ കപ്പൽ കമ്പനി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ ചില ബലാസ്റ്റ് പമ്പ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനെടുത്ത റൂട്ട്, വിഴിഞ്ഞത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള റൂട്ട് കപ്പൽ ചാല് വഴിയല്ല, അതിന് തീരത്തോട്ട് ചേർന്ന് ഉള്ള റൂട്ട്, ഒരു ഷോർട്ട് കട്ട് പോലെയാണ് അവർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും കപ്പൽ കമ്പനിയുടെ കോമ്പൻസേഷൻ നന്നായി വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഇതിന്റെ പരിസ്ഥിതി ആഘാതം എന്താകും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ ആകില്ല. പക്ഷെ ഷോർട്ട് ടേമിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളുടെ കുറെ ദിവസങ്ങളിൽ മത്സ്യബന്ധനം നടത്താണ്ടിരിക്കാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് ആ ദിവസങ്ങളിൽ വരുമാനം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇതിന്റെ ലോങ് ടേം ഇമ്പാക്ട്സ് ആണ്. അപ്പോൾ ഈ കപ്പലിന്റെ കാർഗോ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന, ഇതിനകത്ത് എന്തൊക്കെ ചരക്കാ ഉള്ളതെന്നുള്ള ഒരു മാനിഫെസ്റ്റ് ഉണ്ട്. ആ മാനിഫെസ്റ്റ് തന്നെ ശരിക്കും വെളിപ്പെടുത്തിയിട്ടില്ല. പല റൂമേഴ്സ് ആണ് കൂടുതലുള്ളത്. 12 കെമിക്കൽസ് ഉണ്ടായിരുന്ന കണ്ടെയ്നർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതില് 11 എണ്ണത്തിൽ കാൽഷ്യം കാർബൈഡും വേറെ ഒരെണ്ണത്തിൽ റബ്ബറിന്റെ ഒരു സോൾവെന്റും, ഇതെല്ലാം അതിന്റെ കണ്ടെയ്നറിന്റെ അകത്ത് വേറെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് ഇത് സൂക്ഷിച്ചിരുന്നതെന്നൊക്കെ പറയുന്നു. ഇതൊന്നും ഒരു വ്യക്തതയില്ല. അതനുസരിച്ച് എനിക്ക് തോന്നുന്നു നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇതിന് ഈ സ്വമേധ കേസ് എടുത്തിട്ടുണ്ട്. ഇവരോട് ഇതിന്റെ വിശദ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കേരള ഗവൺമെന്റ് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഷിപ്പിംഗ് എക്സ്പേർട്സ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ ഒരു കോമ്പൻസേഷൻ പാക്കേജിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ. പക്ഷെ നമുക്കറിയാത്ത കാര്യങ്ങളാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് നേഡിൽസ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ, പ്ലാസ്റ്റിക്കിന്റെ ചെറിയ ബീഡ്സ് ആണ്. അത് നമ്മുടെ പയറുമണി പോലെ ഇരിക്കുന്ന ബീഡ്സ്, അത് ഉരുക്കിയിട്ടാണ് പ്ലാസ്റ്റിക്കിന്റെ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ കണ്ടമാനം കണ്ടെയ്നറുകളിൽ അതുണ്ടായിരുന്നു. അത് ഇപ്പോ ഇന്ന് രാവിലത്തെ ന്യൂസ് പ്രകാരം അത് തിരുവനന്തപുരം കടപ്പുറത്ത് പലയിടത്തും ഈ പ്ലാസ്റ്റിക് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ മാറ്റണമെങ്കിൽ, അതിന് കടലിൽ നിന്ന് അത് എടുത്ത് മാറ്റണമെങ്കിൽ അതൊരു വലിയ ടാസ്ക്കാണ്. അതിന് പറ്റിയ ആൾക്കാർ, കോസ്റ്റ് ഗാർഡ് വളരെ
വിദഗ്ധരാണ്, പൊല്യൂഷൻ കൺട്രോളിൽ വളരെ വിദഗ്ധരാണ്. നമ്മുടെ കടലെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് കോസ്റ്റ് ഗാർഡാണ് ഈ ഇങ്ങനെയുള്ള ആക്സിഡൻസിൽ നിന്ന്. അവർ അതിനുള്ള സാങ്കേതികത്വം അവരുടെ കയ്യിലുണ്ട്. അതുകൂടാണ്ട് ഇതിൽ നിന്ന് ഇതിനകത്ത് ഓയിൽ ഉണ്ടായിരുന്നു. ഇത് ഓടിക്കുന്നതിന്റെ ഓയിലുണ്ട്. ആ ഓയില് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയാണ്. അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞൊന്നും അറിയില്ല. അതിന്റെ ഇടയിൽ വേറെ ഒരു വാർത്ത വരുന്നത്, ഈ കമ്പനി MSC എന്ന് പറഞ്ഞ കമ്പനി ലോകത്തുള്ള സാൽവേജ് ചെയ്യുന്ന എന്ന് വെച്ചാൽ കപ്പലിന്റെ അകത്തു നിന്നുള്ള മുങ്ങിക്കഴിഞ്ഞ കപ്പലിന്റെ അകത്തു നിന്നുള്ള എല്ലാ സാധനങ്ങളും എടുക്കാനും കപ്പലിനെ പുറത്തോട്ട് എടുക്കാനുമുള്ള കമ്പനികളെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് US നിന്ന് വിദഗ്ധർ അതിന് ഇവിടെ വന്ന് ഈ കപ്പലിനെ എടുക്കും, പുറത്തോട്ട് എടുക്കും, അതിന്റെ എല്ലാ സാധനങ്ങളും എടുക്കും എന്നൊക്കെയാണ് വാർത്ത വന്നത്. ഇതൊക്കെ എത്രത്തോളം ശരി എന്താണ് നമുക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഗവൺമെന്റും കോടതികളും ഇതിലൊക്കെ ഇടപെട്ടാല് പബ്ലിക്കിന് ഒരു കോൺഫിഡൻസ് വരുള്ളൂ. ശരിയാണ്, ഒരു കപ്പൽ 10-200 അതിൽ കൂടുതൽ കണ്ടെയ്നേഴ്സും എംറ്റി ആയിരുന്നു. ഇതൊക്കെ കടലിൽ വീഴുന്ന ഒരു മുട്ടസൂചി വീഴുന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. എന്നുവെച്ചാൽ കടൽ അത്ര വിശാലമാണ്, ചെറിയൊരു സാധനം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്താ സംഭവിക്കാന്നുള്ളതിന്, ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാന്നുള്ളതിന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യാൻ പറ്റുമായിരിക്കാം. പ്ലാസ്റ്റിക് ഫ്ലോട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ മത്സ്യങ്ങളുടെ ഭക്ഷ്യച്ചങ്ങലയിൽ കയറാൻ സാധ്യത കുറവാണെന്നാണ് എൻ്റെ നിരീക്ഷണം. പക്ഷെ അങ്ങനെ കയറാം എന്നും ചിലവര് അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ മത്സ്യങ്ങളുടെ ഭക്ഷണ ഇതിലോട്ട് വരാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിന്റെ ഇത് കരുതണം എന്നുള്ളതാണ്. അതുപോലെ എണ്ണ പുറത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് എന്താന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും നാള് ലോകത്ത് പലയിടത്തും ഷിപ്പിംഗ് ആക്സിഡൻസ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പല കാര്യങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് ഇതെല്ലാം ചിലപ്പോ മത്സ്യങ്ങളിലോട്ട് കയറി പറ്റാം. അതിന്റെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ ചില കെമിക്കൽസ് അത് നമ്മുടെ ഭക്ഷണത്തിലോട്ട് വരാം, സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ നമുക്ക് അതിനെ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഓയിൽ നേരത്തെ ഉണ്ടായിരുന്ന സർഫസ് ഓയിൽ എല്ലാം കോസ്റ്റ് ഗാർഡ് ഒരുവിധം അതിനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വരാവുന്ന ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇതൊരു കാലവർഷ സമയമായതുകൊണ്ട് കടൽ വളരെയധികം റഫാണ്. അപ്പോ അവിടെയൊക്കെ വർക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോസ്റ്റ് ഗാർഡ് തന്നെ വളരെ സ്ട്രഗിൾ ചെയ്താണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ആശങ്കകളും മുമ്പിലുണ്ട്. നമ്മൾ കൂടുതൽ കരുതലോട് കൂടിയാണ് ഇരിക്കേണ്ടത്. കോമ്പൻസേഷന്റെ കാര്യത്തിലും അത് തന്നെയാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒന്നിനും ഉറപ്പില്ല, എന്തും സംഭവിക്കാം. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കോമ്പൻസേഷൻ പ്രോപ്പറായിട്ട് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അത് മോശമായി പോകും. അപ്പോൾ വളരെ കരുതലോട് കൂടി വേണം നമ്മൾ പെരുമാറാൻ. റൈറ്റ് സർ, നമ്മൾ ഇപ്പോൾ കൊല്ലത്ത് അടക്കമുള്ള തീരങ്ങളിൽ ഈ സർ നേരത്തെ സൂചിപ്പിച്ച ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ തരികൾ ഇതിങ്ങനെ അടിഞ്ഞുകൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നന്നായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ കാക്കകൾ അത് കൊത്തി തിന്നുന്നുണ്ട്. അപ്പോൾ അടിഞ്ഞുകൂടിയത് എത്ര ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കടലിൽ പരന്നു കിടക്കുന്ന അതിലേറെ ഉണ്ടാവുമല്ലോ. ഒരുപാട് കണ്ടെയ്നറുകളിൽ ഈ പദാർത്ഥമാണ് ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ കാക്കകൾ കൊത്തി തിന്നുന്നു, ഇത് മത്സ്യങ്ങളിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഈ മത്സ്യങ്ങളുടെ ഭക്ഷ്യശൃംഖലയിൽ എത്തുന്നത് മാത്രമാണോ? അതല്ല മത്സ്യങ്ങളിലൂടെ അത് തീരത്തെ മത്സ്യങ്ങളായതുകൊണ്ട് തന്നെ അത് മനുഷ്യരിലേക്ക് എത്താനുള്ള ഒരു സാധ്യത, അതുവഴി എന്തെങ്കിലും അപകട സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കാവോ? അതന്നെ ഞാൻ ഒരു യുക്തിയായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഭക്ഷ്യശൃംഖലയിലോട്ട് കയറാൻ സാധ്യത കുറവാണ്. ഇപ്പൊ പക്ഷികള് കൊത്തി എടുക്കാമായിരിക്കാം. നമ്മൾ കാക്കേനെയും മറ്റ് കടൽ കാക്കേനെയും നമ്മൾ കഴിക്കുന്നില്ല. പക്ഷെ അതിന്റെ അല്ല ഇഷ്യൂ. മത്സ്യത്തിന്റെ ശൃംഖലയിലോട്ട് കയറി വരാവോ? അതിന് സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു കരുതൽ. എന്ന് വെച്ചാല്
അത് ഒന്ന് പ്ലാസ്റ്റിക് ഫ്ലോട്ട് ചെയ്യുന്നതാണ്. മത്സ്യങ്ങള് ഒന്നും മുകളിൽ വന്ന് പ്ലാസ്റ്റിക് അങ്ങനെ കഴിക്കുന്ന മത്സ്യങ്ങളല്ല നമ്മൾ ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ. ഇപ്പോൾ ചാള, അയിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വളരെ സൂക്ഷ്മമായ ജീവികളെയാണ്. എന്നുവെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളെയാണ് അവർ ഭക്ഷിക്കുന്നത്. അതും ഒരു ഫിൽട്ടറിങ് മെക്കാനിസമാണ്. വെള്ളം എപ്പോഴും കയറി വായിൽ കൂടെ കയറി ചെള്ളയിൽ കൂടെ ഇറങ്ങി പോകുന്നു. ആ സമയത്ത് ഈ സൂക്ഷ്മ ജീവികളെ ഇവർ ഫിൽട്ടർ ചെയ്തെടുക്കും. അപ്പൊ ഇത് ഒരു നമ്മളെ പയറുമണി പോലത്തെ സാധനത്തിന് അതും മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്നു. കടൽ വെള്ളത്തിന്റെ മുകളിലാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. അവിടെ പോയി നമ്മുടെ ഈ മത്സ്യങ്ങളൊക്കെ അവിടെ പോയി ഭക്ഷിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ പക്ഷെ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുക, ഇതിനെല്ലാം ശേഖരിച്ച് നമ്മൾ കരയിലോട്ട് എടുക്കുകയും അത് വലിയൊരു പണിയാണല്ലോ. അതും ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു കണക്ക് ഇതുവരെയും ഈ ഷിപ്പിംഗ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എത്ര ഉണ്ടാവും ഈ സാധനം. അപ്പോ ഈ പക്ഷികളുടെ ഭക്ഷ്യശൃംഖലയിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ പക്ഷെ ഈ കാക്കേനെയും കടൽ കാക്കേനെയും ഇത് പക്ഷികളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അവരില്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉദിക്കാം. എന്നുവെച്ചാൽ കടൽ കാക്കകളും കടൽ പക്ഷികളും എല്ലാം ഈ സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്, വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവരിൽ നിന്ന് വരുന്ന അപ്പി കൊണ്ടും ഒക്കെയാണ് നമ്മുടെ കടൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എഫക്റ്റഡ് ആകാം. അപ്പൊ ഏത് ഇതിലാണ് ഇത് എഫക്റ്റഡ് ആവുന്നുള്ളത് നമുക്ക് ഒരു ലോങ് ടേം 1-2 കൊല്ലം കഴിയുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ അതുകൊണ്ടാണ് ഗവൺമെന്റ് കോമ്പൻസേഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ലോങ് ടേം ഇമ്പാക്ട്സിനെ പറ്റി കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കണം. അതിനുള്ള കോസ്റ്റും നമ്മൾ പറയേണ്ടി വരും. അതൊരു വലിയൊരു എന്നുവെച്ചാല് ഇപ്പോ നമ്മുടെ ഈ മത്സ്യത്തിന്റെ ഒരു മത്സ്യശൃംഖല അങ്ങോട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപജീവനമാണല്ലോ നഷ്ടപ്പെടുന്നത്. നമ്മുടെ ആൾക്കാരുടെ ഭക്ഷണം മാത്രമല്ല, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് ഇപ്പോ കരുതിയിരിക്കാനേ പറ്റുള്ളൂ. ഇത് എങ്ങനെ ആകും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ കോമ്പൻസേറ്ററി പാക്കേജ് എപ്പോഴും നമ്മൾ ഭാവിയിൽ സംഭവിക്കാവുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് ഒരു നല്ല രീതിയിൽ അതിനെ ഇത് ചെയ്യേണ്ടി വരും. ഈ ക്ലീനപ്പ് ആയിട്ടുള്ള ഇതിപ്പോ ഈ പ്ലാസ്റ്റിക്കിനെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കരയിലോട്ട് എടുക്കുകയാണെങ്കിൽ കുറെയൊക്കെ മനുഷ്യശ്രമം കൊണ്ട് ഇതൊക്കെ വാരിയെടുക്കുകയും ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കടലിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഇത് വെയിലും മഴയും കൊണ്ട് അത് ഡിറ്റീറിയേറ്റ് ചെയ്താൽ അത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് മാറാം. അതിന് ബ്രേക്ക് ഡൗൺ ആയി ചെറിയ ചെറിയ കഷ്ണങ്ങൾ അത് ഭക്ഷ്യശൃംഖലയിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എത്രയുണ്ട്, എത്രത്തോളം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, ഇതൊക്കെ ആശങ്കകളാണ്. അതൊക്കെ കരുതി തന്നെ ഈ ഗവൺമെന്റുകളും കോടതികളും അതിനനുസരിച്ച് ആലോചിച്ചെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. റൈറ്റ് സർ, ഇതിപ്പോൾ കാൽസ്യം കാർബൈഡ്, അതുപോലെ മറൈൻ ഗ്യാസ് ഓയിൽ, ഇങ്ങനെയുള്ള കുറച്ച് ഹസാഡസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിലുള്ള കാർഗോ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ ഓയിൽ സ്പില്ല് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ പവിഴപ്പുറ്റുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അതുപോലെ കണ്ടൽക്കാടുകൾക്ക്, അങ്ങനെ മത്സ്യസമ്പത്തിനല്ലാതെ മറ്റു കടലിൻ്റെ ആവാസ വ്യവസ്ഥയിലുള്ള മറ്റു സസ്യജാലങ്ങൾക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ഇപ്പൊ ഞാനൊരു വാർത്ത കേട്ടു, നമ്മുടെ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റങ്ങളെ എഫക്റ്റ്. പക്ഷെ അതിനും സാധ്യത കുറവാണ് എൻ്റെ ഇതിൽ. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കാലവർഷം മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് കോസ്റ്റൽ കറന്റ് ഭയങ്കര ശക്തിയായി തെക്കോട്ടാണ്. എന്ന് പറഞ്ഞാൽ വടക്കിൽ നിന്ന് തെക്കോട്ട്. അതുകൊണ്ടാണ് ഏതാണ്ട് ആലപ്പുഴയും കൊച്ചിയുടെ ഇടയിൽ നടന്ന ഈ ദുരന്തത്തിന്റെ ഇതെല്ലാം അവസാനം അടിഞ്ഞു ചേർന്നത് കൊല്ലത്തും തിരുവനന്തപുരത്താണ്.
എന്നുവെച്ചാൽ ഇതെല്ലാം തെക്കോട്ടാണ് നീങ്ങുക. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലും ചില ഇത് തൂത്തുക്കുടിയോ അവിടെ എങ്ങാണ്ടൊക്കെ ഇത് എത്തിച്ചേർന്നു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ട്, കന്യാകുമാരിയോ. അപ്പൊ ഇത് അപ്പൊ അങ്ങനെ അങ്ങനെ ഏറ്റവും കൂടുതൽ പവിഴപ്പറ്റുകളുള്ളത് ലക്ഷദ്വീപിനെ ഇത് എഫക്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ തീരത്ത് തന്നെ വിഴിഞ്ഞത്തും പിന്നെ കൊല്ലത്തൊക്കെ ചെറിയ ചെറിയ പവിഴപ്പുറ്റുകളുണ്ട്. അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യാം, തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യാം. പിന്നെ കണ്ടൽ അങ്ങനെ തീരത്ത് അങ്ങനെ കണ്ടൽ അങ്ങനെ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എണ്ണയുടെ കാര്യത്തില് ആദ്യം ഉണ്ടായിരുന്ന എണ്ണ ലീക്ക് എല്ലാം തന്നെ കോസ്റ്റ് ഗാർഡിന് അത് എടുക്കാൻ പറ്റിയെന്നാണ് എന്റെ അറിവ്. അത് എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ചില കെമിക്കൽസ് ഉണ്ട്, ഡിസ്പേഴ്സൻസ് എന്നൊക്കെ പറഞ്ഞ കെമിക്കൽസ്. അത് വെച്ചിട്ട് അതിനെ കഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതിനെ ആദ്യം റൗണ്ട് ചെയ്തെടുക്കുക. കോസ്റ്റ് ഗാർഡ് വളരെ ഹൈലി എക്യുപ്ഡ് ആണ് ഈ ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ ഓയിൽ പൊല്യൂഷൻ ഹാൻഡിൽ ചെയ്യാൻ വളരെ. മറ്റൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്തുള്ള ഫ്യൂവൽ ഓയിൽ എന്ന് പറയുന്നത് വെരി ലോ സൾഫർ എന്ന് പറഞ്ഞ ഒരു ഓയിലാണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സൾഫർ കണ്ടന്റ് കുറവായതുകൊണ്ട് അതിന് പരിസ്ഥിതി ആഘാതം കുറവാണ് എന്നുള്ളൊരു ഇതുണ്ട്. അതാണ് ഇപ്പൊ മിക്ക ഷിപ്പിംഗ് കമ്പനികളും കപ്പലുകളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഫ്യൂവൽ ഓയിൽ എന്നുവെച്ചാൽ അതിനകത്ത് സൾഫർ കണ്ടന്റ് വളരെ കുറവാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടെയ്നറുകളിൽ ഓയിൽ ഉണ്ടായിരുന്നില്ല, ഓയിൽ ക്യാരി ചെയ്യുന്നില്ല. ഇതിന്റെ എഞ്ചിൻ റൺ ചെയ്യാവുന്ന വേണ്ടിയിട്ടുള്ള ഓയിലാണുള്ളത്. അത് സാധാരണ ഇതിന്റെ ഹള്ളിൽ ടാങ്കിലാണ്. അവിടെ നിന്ന് ലീക്ക് സംഭവിച്ചാലാണ് ഇത് പ്രശ്നമാവുക. അപ്പോ സാധാരണ സാൽവേജ് ടീം ചെയ്യുന്നത് ഇതിന് ഡൈവിംഗ് ടീമുകളെ അയച്ച് ഈ ടാങ്കിൽ നിന്ന് ഓയിൽ പമ്പ് ചെയ്ത് മുകളിലുള്ള കപ്പലിലോട്ട് പമ്പ് ചെയ്തെടുക്കും. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ കാലാവസ്ഥ നന്നായിരിക്കണം. ഇതൊക്കെ ഈ കടലിൽ പ്രവൃത്തികൾ ചെയ്യുന്ന അത്ര എളുപ്പമൊന്നല്ല, അത് പ്രത്യേകിച്ചും ഈ മൺസൂൺ കാലത്ത്. അപ്പോ ഇതൊക്കെ റിസ്കുകളാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ലക്ഷദ്വീപിന്റെ പുഴപ്പുറ്റുകളെ എഫക്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പക്ഷെ നമ്മുടെ തീരത്ത് തന്നെ ഉണ്ട്, കേരളത്തിന്റെ തെക്കൻ തീരത്ത് തിരുവനന്തപുരം, വിഴിഞ്ഞം, അതുപോലെ കൊല്ലം, അവിടെയൊക്കെ ചെറിയ ചെറിയ പവിഴപ്പുറ്റുകളുണ്ട്. അതൊക്കെ ചിലപ്പോൾ എഫക്റ്റഡ് ആവാം ഈ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ. അപ്പൊ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷിക്കാൻ വേണം. അവിടെ ഈ എവിടെയാണോ ഈ കപ്പൽ മുങ്ങിക്കിടക്കുന്നു അതിന്റെ മുകളിൽ കപ്പലുകളിൽ നിന്ന് അടിയിൽ എന്താ സംഭവിക്കണം എന്നുള്ളത് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വേണം. ഈ ഓയിൽ ഒരു പാടയായി കടലിന്റെ ഉപരിതലത്തിൽ ഇങ്ങനെ കെട്ടിക്കിടന്ന് അത് ഈ ഫോട്ടോസിന്തസിസ് അടക്കമുള്ള പ്രക്രിയകളെ ബാധിക്കും എന്ന രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ കാണുകയുണ്ടായി. അതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ. പക്ഷെ ഇതൊരു ഓയിൽ ടാങ്കർ അല്ലല്ലോ, ഇതൊരു കണ്ടെയ്നർ ഉള്ള മറ്റു ചരക്കുകളുള്ള ഒരു കപ്പലാണ്. ഓയിൽ ഞാൻ പറഞ്ഞില്ല, ഓയിൽ ഈ കപ്പൽ ഓടിക്കാനുള്ള ഓയിൽ ഇതിന്റെ കപ്പലിന്റെ ടാങ്കിന്റെ ഉള്ളിലാണ്. അത് ഉടനെ പുറത്തോട്ട് ലീക്ക് ആവാൻ സാധ്യത കുറവാണ്. ഇതുവരെ കോസ്റ്റ് ഗാർഡ് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോ ഇനീഷ്യൽ ഇതിനകത്ത് എന്തോ ഒരു ചെറിയ ഓയിൽ സ്പിൽ ഉണ്ടായിരുന്നത് അത് അവര് നീക്കം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇത് ഒരു ലോങ് ടേം പ്രോസസ്സാണ്, ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ. ഈ സാൽവേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാൽവേജ് വളരെ എക്സ്പെൻസീവ് ആണ്. എന്ന് വെച്ചാൽ ഡീപ്പ് ആയിട്ട് ഡൈവ് ചെയ്യുന്ന ആൾക്കാർ വേണം, അതിനുള്ള എക്വിപ്മെന്റ്, അതിനുള്ള കപ്പലുകൾ, ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇതൊക്കെ ഈ കമ്പനിയെ കൊണ്ട് ഇതെല്ലാം ക്ലീനപ്പ് നടത്തണം. അതിന് സർക്കാർ അതിന് തയ്യാറായി. എനിക്ക് തോന്നുന്ന ഒരു എന്തോ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ നിരീക്ഷണത്തിലാണ് ഈ കമ്പനിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ ശരി തന്നെയാണ്. ഈ കോമ്പൻസേറ്ററി പാക്കേജിന്റെ കാര്യത്തിലാണ് ഒരു ഇഷ്യൂ ഉള്ളത്. സർക്കാർ ഉടൻ തന്നെ ഒരു ചെറിയൊരു പാക്കേജ് ഡിക്ലെയർ ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്ക്. എനിക്ക് തോന്നുന്നത് അവരുടെ മത്സ്യബന്ധന ദിവസങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ഏതാണ്ട് എന്തോ 1000 രൂപ നഷ്ടപരിഹാരവും 6 കിലോ അരിയും എത്രയുള്ളൂ.
ഒരു തുച്ഛമായ ഒരു സംഖ്യ. അതല്ല ശരിക്കുള്ള ഡാമേജ്. അത് ഒരു എന്താ ഒരു ഇനീഷ്യൽ എന്താ റിലീഫ് എന്ന് പറയാൻ പറ്റുമോ, വളരെ വളരെ ചെറിയൊരു സംഖ്യ. അപ്പോ ഈ ഡാമേജ് അസസ്മെന്റ് ഒരു കുറച്ച് ട്രിക്കിയാണ്. അത് എല്ലാരും എന്ന് വെച്ചാൽ ഇതെല്ലാം കുറെയൊക്കെ നമ്മളിങ്ങനെ ഊഹിക്കുന്നതാണ്. അപ്പോ പലരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഒരു ചർച്ചയും വഴക്കിലൊക്കെ ഇനി പോകാം. അപ്പൊ അതിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മളുടെ കയ്യിൽ ടെക്നിക്കലായിട്ട് നല്ല സയൻസിന്റെ ബാക്കപ്പ് ഉണ്ടാകണം. അതൊക്കെയാണ് ആവശ്യം. അപ്പൊ ഈ ടെക്നിക്കൽ കമ്മിറ്റിക്ക് ഞാൻ ആ കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ട് മനസ്സിലാക്കിയത് കൂടുതലും ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ശാസ്ത്രജ്ഞന്മാർ അതിനകത്ത് ഉള്ളതായിട്ട് ഞാൻ കണ്ടില്ല. മത്സ്യത്തൊഴിലാളികൾ തീർച്ചയായിട്ടും അതിനകത്തില്ല. അപ്പൊ ഇതൊക്കെ ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ എങ്ങനെയാണ് ഇതൊക്കെ എഫക്റ്റഡ് ആകണം എന്നുള്ളത്. MSC ലോകത്തെ ഏറ്റവും വലിയൊരു ഷിപ്പിംഗ് കമ്പനിയാണ്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അപ്പോ അവർക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്. അവർക്ക് ഇതൊക്കെ ഇതിന്റെയൊക്കെ ഡാമേജസ് പേ ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ അതിന് എത്ര അതിന് ഡാമേജ് ഉണ്ടോ അതൊക്കെ അതിന്റെ അസസ്മെന്റ് പ്രോപ്പറായി നടത്തി വാങ്ങിച്ചെടുക്കണം. പക്ഷെ ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ പരിസ്ഥിതിക്ക് പറ്റുന്ന ഇത് നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റില്ല. പക്ഷെ കുറെയൊക്കെ എന്താ പറയാ, നമ്മുടെ പരിസ്ഥിതിക്ക് തന്നെ ഒരു തിരിച്ചു വരാനുള്ള കഴിവുണ്ട്. അപ്പൊ കുറെയൊക്കെ മനുഷ്യന്മാര് തന്നെയാണല്ലോ പരിസ്ഥിതിനെ മോശമാക്കുന്നത്. എന്നിരുന്നാലും പരിസ്ഥിതി ഇപ്പോഴും അത് ബലമായിട്ട് തന്നെ ഇരിക്കും. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കെല്ലാം പ്രശ്നം. അപ്പോ ഇതൊരു ലിമിറ്റ് ക്രോസ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇതിന് വളരെ കെയർഫുൾ ആയിട്ട് ആയിരിക്കണം ഗവൺമെന്റ് കൈകാര്യം ചെയ്യേണ്ടത്. വളരെ കെയർഫുൾ ആയിട്ട്. സാർ, ഇന്ന് ദ ഹിന്ദു പത്രത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ കണ്ടു, ഈ CMFRയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഫിഷറി ഓഷ്യനോഗ്രാഫിക് റിസർച്ച് വെസൽ, സാഗർ സമ്പദ എന്ന പേരിലുള്ളൊരു വെസൽ ഒരു എക്സ്പെഡിഷൻ നടത്തുന്നുണ്ട്, സയന്റിസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പൊ അതിൽ കുറച്ചുകൂടി വിദഗ്ധരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള സംഘമായിരിക്കുമല്ലോ അല്ലേ അത്? ഇത് പഠനമല്ലേ. അപ്പൊ ആ പഠനം നടത്തണം. തീർച്ചയായിട്ടും മോണിറ്ററിംഗ് ആണ്. അതിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തോണ്ടിരിക്കണം. എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് അറിയണമെങ്കിൽ മോണിറ്ററിംഗ് വേണം. അപ്പൊ ആ മോണിറ്ററിങ്ങിന് വെസലൊക്കെ പോയി മോണിറ്റർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ ഈ കമ്മിറ്റിയുടെ അകത്ത് ഇതിന്റെ വിദഗ്ധരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള പൊല്യൂഷൻ സംബന്ധമായ വിദഗ്ധരുണ്ടല്ലോ, മറൈൻ പൊല്യൂഷൻ വിദഗ്ധർ, അവരിതിനകത്ത് ഈ കമ്മിറ്റിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതും കൂടെ വേണം. എന്നാലേ ഷിപ്പിംഗ് സൈഡിലുള്ള നല്ല വിദഗ്ധരൊക്കെ അതിനകത്തുണ്ട്, നല്ല റെപ്രസെന്റേഷൻ. അത് മാത്രം പോരാന്നാണ് എൻ്റെ അഭിപ്രായം. മറൈൻ സയന്റിസ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഇത് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് അവരാണ്. ഈ മോണിറ്ററിങ് ഇതിന്റെ ഭാഗമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ സാഗർ സമ്പദ ഒരു വലിയ കപ്പലാണ്. അത് വളരെ നല്ലത്. അല്ലെങ്കിൽ സത്യത്തില് ഇത് തീരത്തിൽ നിന്ന് അധികം ദൂരമല്ല. അപ്പോ ഇത് മോണിറ്റർ ചെയ്യാൻ പല ഏജൻസിക്കും പറ്റേണ്ടതാണ്. അത് അതിലെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഈ മോണിറ്ററിങ് നടത്താൻ കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. എന്നാലേ ഇതിന്റെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡാമേജ് അസസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പ്രകാരം ഇപ്പോൾ ഈ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആശങ്കകൾ, അതായത് ഇപ്പോൾ മീൻ കിട്ടാത്തൊരവസ്ഥ വരുന്നു, ആളുകൾ മീൻ വാങ്ങാത്ത അവസ്ഥ വരുന്നു, അയ്യോ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയിട്ടുണ്ട്, അതിൽ വിഷം കലർന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഈ പെരുപ്പിച്ച ആശങ്കകളൊക്കെ വേണ്ടെന്ന് തന്നെയാണ് സാർ പറഞ്ഞു വെക്കുന്നത് അല്ലേ? വളരെ പെരുപ്പിച്ച ഒരു ആശങ്ക എന്ന് വെച്ചാൽ മീൻ കഴിക്കാണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അതിന്റെ ഒരു ആശങ്ക ഇപ്പൊ ഇല്ല, ഒട്ടുമില്ല.
പിന്നെ ഭാവിയിൽ മീനിന്റെ ലഭ്യത കുറയുമോ ഇല്ലേ എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ അത് ഈ മോണിറ്ററിങ്ങിന്റെ റിസൾട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് എന്തൊക്കെ സംഭവിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ലോങ് ടേം ഇമ്പാക്ട് നമുക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഭക്ഷണ ശൃംഖലയിലോട്ട് ഇത് കയറാൻ സാധ്യത ഒരു ഒരു 0.1% പോലുമില്ല. അപ്പൊ ഭക്ഷണം മത്സ്യം കഴിക്കാണ്ടിരിക്കുന്നതിൽ ഒരു യുക്തി, അതിലൊരു പ്രശ്നമില്ല. റൈറ്റ് സാർ, ഈ ബീച്ച് ടൂറിസത്തെ ഇതെങ്ങനെയാണ് ബാധിക്കുക? അപ്പോൾ മുമ്പ് ചെന്നൈയിൽ ഇതുപോലെ ഒരു കപ്പൽ അപകടം ഉണ്ടായിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 35 കിലോമീറ്റർ സീഷോറിനെ ഇത് അഫക്റ്റ് ചെയ്യുകയും അവിടുത്തെ ടൂറിസത്തെ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകൾ കാണുകയുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഓൾറെഡി ഇപ്പൊ ബീച്ചിലോട്ട് ഈ പ്ലാസ്റ്റിക് നൂഡിൽസ് എന്ന് പറഞ്ഞ സാധനം വന്നു തുടങ്ങിയത്. ഇപ്പൊ ഞാൻ ഇന്ന് മനോരമ പത്രത്തിൽ കണ്ടത് കോവളം ബീച്ചില് ഒരു പടമാണ് ഞാൻ കണ്ടത്. അപ്പൊ അതൊരു ബീച്ച് സ്ഥലമാണല്ലോ. പക്ഷെ ഒരു ഇതുള്ളത് ഈ സമയത്ത് ബീച്ച് ടൂറിസം ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. മൺസൂൺ ആയതുകൊണ്ട് അതൊക്കെ ലിമിറ്റഡ് ആണ്. പക്ഷെ ഈ പ്ലാസ്റ്റിക്കിനെ വാരിയെടുത്ത് മാറ്റാൻ ഫിസിക്കലായിട്ട് പോസിബിൾ ആണ്. അതിനൊക്കെ വിദഗ്ധർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പാട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ബീച്ചിലോട്ട്. കടലിലാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കോസ്റ്റ് ഗാർഡിനെ ഹാൻഡിൽ ചെയ്യും. പക്ഷെ ബീച്ചിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മണലായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അത് പിന്നീട് ടാർ ബോൾ എന്ന് പറഞ്ഞ ഒരു സംഭവം, അത് കൊല്ലങ്ങളായിട്ട് നമ്മുടെ കടപ്പുറത്ത് അത് ഒരു ചെറിയ കറുത്ത ബോൾസ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. അപ്പൊ അത് കടലില് ഒരു തരത്തിൽ ആ എണ്ണേനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കടലിലുള്ള ബാക്കി മണലും ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് എണ്ണ ഒരു ബോളാക്കി അവസാനം അതിനെ കരയിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ പക്ഷികളുടെ ചിറകുകളുടെ ഇടയിൽ എണ്ണ കയറിയാൽ അതിനെയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് സോപ്പിട്ട് കഴുകേണ്ടി വരും. അങ്ങനെ ലോകത്ത് പലയിടത്തും അതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള ഒരു ഇതിലോട്ട് നമ്മുടെ ഈ അപകടം അത്രക്ക് ഇതായിട്ട് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ എണ്ണക്കപ്പലല്ലാത്തതുകൊണ്ട്. എണ്ണക്കപ്പലായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാം. റൈറ്റ്. ഏതായാലും MSC എൽസ 3 മുങ്ങിയ ശേഷം നമുക്ക് ഉയർന്നു വന്ന പാരിസ്ഥിതിക ആശങ്കകളെ കുറിച്ചാണ് ഡോക്ടർ കെ സുനിൽ മുഹമ്മദ് സർ നമ്മളോട് വിശദമായിട്ട് തന്നെ സംസാരിച്ചത്. ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന നിലയിൽ മത്സ്യം കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ലോങ് ടൈം മോണിറ്ററിംഗ് ആണ് ആവശ്യം. അതിനനുസരിച്ച് അസസ്മെൻ്റ് ആണ് ആവശ്യം. അതിനനുസരിച്ച് കോമ്പൻസേറ്ററി പാക്കേജ് ആണ് ആവശ്യം എന്നാണ് സാർ പങ്കുവച്ചത്. വളരെ നന്ദി സാർ, ഈ അവസരത്തിൽ നമ്മളോട് സംസാരിച്ചതിന്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.